ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനില. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് താല്പര്യപ്പെട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ലൈഫിൽ മാനിഫെസ്റ്റായി വരാത്തത്, ലൈഫിൽ നടക്കാത്തത്, നടന്നു കിട്ടാത്തത് എന്ന ചോദ്യമാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിറയെ കാർഡ്സ് എടുത്തിട്ട് നിങ്ങളുടെ എന്ത് ഫിയറാണ് നിങ്ങളെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത്, എന്ത് എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എന്ത് എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്, എന്ത് പാറ്റേണിലാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സ്പ്രെഡിൽ നോക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസ് ലെവൽ കാര്യങ്ങൾ മുതൽ ഹൈ ലെവൽ കാര്യങ്ങൾ വരെ, മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ അറിയണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം, അതിൽ നിങ്ങൾ എന്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല, എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ശരിയാക്കി എടുക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് മാനിഫെസ്റ്റേഷൻ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതെന്തോ ആയിക്കോട്ടെ, അതിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് എനർജി എത്രമാത്രമാണ് ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നത് എന്ന് നോക്കാം. ഹൈ പ്രീസ്റ്റസ്, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. ഇതൊരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ സോൾ ഇതിൻ്റെ പിന്നിൽ? നമ്മൾക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ സോളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, തീവ്രമായ എല്ലാ ആഗ്രഹങ്ങളും നമ്മളുടെ സോളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അല്ലാതെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ ഈഗോയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതല്ലാതെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതില്ലാതെ എനിക്ക് പറ്റില്ല, ഇതെനിക്ക് നേടിയേ തീരൂ എന്ന് തോന്നുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ സോളിൻ്റെ ആഗ്രഹങ്ങളാണ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സോള് എന്താണ് ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഏസ് ഓഫ് വാണ്ട്സ് ആണ്. ഒരു പുതിയ സ്റ്റാർട്ടിങ് ആണ് നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പുതിയ തുടക്കം, ഒരു പാഷൻ, അതാണ് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയുള്ള എഫേർട്ടാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഒരു ബ്ലോക്ക്? ഈ മാനിഫെസ്റ്റേഷൻ നടക്കാനുള്ള ബ്ലോക്ക് എന്താണ്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ റൂട്ട് ചക്ര ഒരു പക്ഷേ ബ്ലോക്ക് ആയിട്ടുണ്ടാവാം. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും ഒരു തൃപ്തി ഉണ്ടായിരിക്കില്ല. റൂട്ട് ചക്ര ബ്ലോക്ക് ആണെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഒരു ബ്ലോക്കായിട്ടും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു പക്ഷേ ഒരു ജോലിയോ കൂടുതൽ ധനമോ ഒക്കെ ആയിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായിരിക്കാം. പുതിയ വരുമാന മാർഗം സൃഷ്ടിച്ചെടുക്കാനോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഈ കാർഡിൻ്റെ മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രൗണ്ടഡ് അല്ല, നിങ്ങൾ പ്രാക്ടിക്കലായിട്ടല്ല ചിന്തിക്കുന്നത്. ഭയങ്കരമായ വലിയ നടക്കാൻ സാധ്യതയില്ലാത്ത അത്രയും വലിയ ഒരു നിങ്ങളുടെ റീച്ചിനപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ കഴിയുന്നതാണോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം ഇതൊരു ബ്ലോക്കായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്ത് ലിമിറ്റിംഗ് ബിലീഫാണ് നിങ്ങളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. 2 ഓഫ് കപ്സ്. അപ്പോൾ ഇത് ഒരു ലവ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ആകാം. നിങ്ങൾ സ്നേഹത്തിന് അർഹനല്ല അല്ലെങ്കിൽ അർഹയല്ല എന്നൊരു തോന്നലുണ്ടായിരിക്കാം. ഞാൻ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്നെ വിട്ടുപോകും എന്നുള്ള ഒരു തോന്നലുണ്ടായിരിക്കാം. സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിശ്വാസം അത്ര പോസിറ്റീവ് അല്ല എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് നല്ലതായിരിക്കില്ല. അതായത് പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളുണ്ട്. അതിലൊന്നാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. അതായത് നമ്മളുടെ പാർട്ട്ണർ നമ്മളെ എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അവരുടെ വിവരങ്ങൾ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം. കുറച്ച് നേരം അവരുടെ റിപ്ലൈ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ മറ്റൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. അതായത് നിങ്ങൾക്ക് സ്നേഹത്തിലേക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പേടിയായിരിക്കും. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നിങ്ങളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ രീതിയിലുള്ള തോന്നലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതായത് പാർട്ട്ണർ കുറച്ച് സമയം സംസാരിച്ചില്ലെങ്കിലും അതെന്തെങ്കിലും മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു പക്വത, പ്രാപ്തി ഒക്കെയാണ് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾക്ക് പാർട്ട്ണർക്ക് സ്പേസ് കൊടുക്കാനായിട്ട് നമുക്ക് തോന്നും. അവർ പെട്ടെന്ന് റിപ്ലൈ ചെയ്തില്ലെങ്കിലും നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല. നമുക്ക് അവരെ പൂർണ്ണമായിട്ട് വിശ്വാസമായിരിക്കും. അതുപോലെ നമ്മൾ അവരോടും ലോയലായിരിക്കും. അതാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഏത് തരത്തിലുള്ളതാണ് എന്നൊന്ന് അവലോകനം ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ഇമോഷണൽ വൂണ്ട്, ഒരു വൈകാരികമായ എന്തെങ്കിലും മുറിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളിടുന്ന എഫേർട്ടിനുള്ള ഫലം അല്ലെങ്കിൽ ഒരു റിസൾട്ട് കാണാത്തതിലുള്ള ഒരു അക്ഷമ, ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിനുള്ളൊരു റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കാണുന്നില്ല. ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് പേടിയാണ്, എന്ത് ഫിയറാണ് നിങ്ങളുടെ ഈ ഒരു ഡിസയറിന് പിന്നിലുള്ളത് എന്ന് നോക്കാം. എന്താണ് നിങ്ങളെ പിടിച്ചു വലിക്കുന്ന ആ ഒരു ഫിയർ? ടവർ. നിങ്ങളെന്തോ വലിയൊരു കാര്യം വരുമെന്ന് പേടിക്കുന്നുണ്ട്. ഒരിക്കലും ലൈഫിൽ സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷെ നിങ്ങൾക്ക് ഇത് സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. ടവർ കാർഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്ക് എന്നാണ് നമ്മളതിന് പറയുക. എന്തോ ഒരു ഷോക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പേഴ്സൺ ഇട്ടിട്ട് പോകുമെന്നോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്നോ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭയം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നിങ്ങളിൽ തന്നെ ഉറപ്പിച്ച് നിർത്തേണ്ട എനർജി എന്താണ് എന്ന് നോക്കാം. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ കംപ്ലീറ്റ് ആണ്. ഐ ആം നോട്ട് ഇനഫ്, ഞാൻ പോരാ എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഒരു കാര്യം. ഇനി അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓവർ ഗിവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. റിലേഷനുകളിൽ നിങ്ങളിങ്ങനെ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുകയാണോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഓക്കെ, ഓവർ ഗിവ് ചെയ്യാനായിട്ട് പാടില്ല, അതേത് സിറ്റുവേഷനിലാണെങ്കിലും. ഓക്കെ, അത് ആ ഒരു എനർജി ലീക്ക് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്ത് സബ് കോൺഷ്യസ് പാറ്റേൺ ആണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. സെൽഫ് സബറ്റാജിങ് പാറ്റേൺ. 6 ഓഫ് കപ്സ്. ഏതൊക്കെയോ പഴയ റിലേഷനുകളിൽ, നൊസ്റ്റാൾജിയയിൽ നിങ്ങളെ തന്നെ മതിമറന്നു പോകുന്നുണ്ട് എന്ന് കാണുന്നു. കൂടുതലും അപ്പോൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഇഷ്യൂസാണ് ഞാനിവിടെ കാണുന്നത്. പഴയ ഒരു ബന്ധം, പണ്ടുകാലത്തുണ്ടായിട്ടുള്ള ഒരു കമ്പനി, അത് നിങ്ങൾക്ക് വിട്ടുകളയാൻ വയ്യ. അല്ലെങ്കിൽ അവർ കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ എനർജി എടുത്തുകൊണ്ട് പോവുകയാണ്. അത് നിങ്ങളുടെ ലൈഫിനെ, ഇപ്പോഴത്തെ കറൻറ്റ് ലൈഫിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളെന്താണിപ്പോൾ ചെയ്യാൻ പാടില്ലാത്തത്? ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങളിപ്പോൾ നിർത്തേണ്ടത് എന്ന് നോക്കാം. ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വലിയൊരു വിഘാതമായിട്ട് വരുന്നത്. ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ അത് നിങ്ങൾ മാറാൻ തയ്യാറല്ല. ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവുന്നില്ല. ഒരു പക്ഷേ ഈ പഴയ ബന്ധം തിരിച്ച് നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് അത് ഒഴിവാക്കി വിടേണ്ടതാണ് എന്നറിയാം. പക്ഷേ നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല. എവിടേക്കോ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു മാറ്റം, ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ആ മാറ്റത്തിന് തയ്യാറാവേണ്ടതുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തുക. ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ എന്ന് നോക്കാം. സ്ട്രെങ്ത്. നിങ്ങളുടെ മാനസികമായ ശക്തി ഉപയോഗിക്കുക. നിങ്ങളുടെ മനഃശക്തി വർദ്ധിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ്. ആ കഴിവ് നിങ്ങളിലുണ്ട്, ആ സ്ട്രെങ്ത് നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല. ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ ഫിസിക്കൽ ഡെത്ത് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, വലിയ ട്രാൻസ്ഫോർമേഷനാണ് ഉദ്ദേശിക്കുന്നത്. ലൈഫിലേക്ക് ഇത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് കൂടുതൽ ഫോഴ്സ് ചെയ്ത് ലൈഫ് കൂടുതൽ വേദനാജനകമാക്കാതിരിക്കുക. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾക്കുള്ള സ്പിരിച്വൽ ലെസൺ? നിങ്ങളുടെ സോള് നിങ്ങൾ ഇപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലെസൺ എന്താണ് എന്ന് നോക്കാം. 10 ഓഫ് കപ്സ്. നിങ്ങളുടെ ഫാമിലിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ബ്ലോക്ക് ചെയ്യുക. ഈ സമയത്ത്
നിങ്ങൾക്ക് ഫാമിലിയിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. നമുക്കതിനെക്കുറിച്ചൊരു കാർഡ് കൂടി എടുത്ത് നോക്കാം. വാട്ട് ഈസ് ദി എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇൻ ദിസ് കേസ്? 5 ഓഫ് wands. നിങ്ങൾക്ക് പരിചയമുള്ളവർ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരുന്നത്. വീണ്ടും നമുക്ക് 6 ഓഫ് കപ്സുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താം. പഴയ ചില ആളുകൾ തിരിച്ചു വന്നത് കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഈ റീഡിംഗ് കാണുന്ന കൂടുതൽ പേരും അനുഭവിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ഒരു മാറ്റത്തെ നിങ്ങൾ അംഗീകരിച്ചാൽ മതി. നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആ മാറ്റത്തെ അംഗീകരിച്ചാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്കിപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാം എന്ന് നോക്കാം. എയ്റ്റ് ഓഫ് സ്വർഡ്സ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യം അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. ഓക്കെ, അത് ചെയ്യുക. അതുവഴി നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം കൂടും. ഈ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു സ്ട്രെങ്ത് നിങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഈ ചിന്തകളുടെ ചങ്ങല പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ്. നിങ്ങളെക്കൊണ്ട് ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ തിങ്കിങ്ങിൽ മാത്രമാണ്. നിങ്ങൾ ഈ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്ത് പോസിറ്റീവ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നോക്കാം. കിങ് ഓഫ് വാണ്ട്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനിലേക്ക് പൂർണ്ണമായും ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത് അതിലേക്ക് നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കാനും ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലെടുക്കാനുമുള്ള പവർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് മറ്റ് പുറത്തു നിന്നുള്ള ചില ഇൻഫ്ലുവൻസുകളുടെ ഒരു പിടിവലിയിലാണ് ഉള്ളത്. അത് മാറ്റിയിട്ട് ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഈ ഒരു അഡ്വൈസ് സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. ഇനി നമുക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫൈനൽ മെസ്സേജ് എടുക്കാം. വാട്ട് ഈസ് ദ ഫൈനൽ മെസ്സേജ് ഫോർ ദിസ് പേഴ്സൺ? 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു 5 ഓഫ് കപ്സ് എനർജിയിലേക്കാണ് എന്ന് പറഞ്ഞാൽ 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിരാശ, ഡിപ്രഷൻ എന്നൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്തെങ്കിലും സന്തോഷം ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ഭാവിയിൽ അത് ഇല്ലാതാകും എന്നുള്ളതാണ് കാണുന്നത്. ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് അല്ല നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നേരിൻ്റെ വഴി വിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ച് മാറി വരിക, നന്മയുടെ പാതയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ 2 വട്ടം ആലോചിക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യാവുന്ന കാര്യമാണോ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ചെയ്യാവുന്നതാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക, നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ ലൈഫിൻ്റെ കൺട്രോൾ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരിക. ഇപ്പോഴും കാര്യങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിലാണ് ഉള്ളത്. നിങ്ങൾക്കിപ്പോഴും ലൈഫ് തിരിച്ചു പിടിക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ കൂടുതലും റിലേഷൻഷിപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തേർഡ് പാർട്ടി ഇഷ്യൂസ് അനുഭവിക്കുന്ന ആളുകളായിരിക്കാം കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഈ ഹൈ പ്രീസ്റ്റസിന് നമ്മൾ രഹസ്യം എന്ന് പറയുന്ന ഒരു മീനിങ് കൂടി പറയാറുണ്ട്. തേർഡ് പാർട്ടി ഇഷ്യൂവിലാണെങ്കിൽ ഈ കാർഡിന് നമ്മൾ ആ മീനിങ് ആണ് എടുക്കുക. രഹസ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ചില രഹസ്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ മീനിങ് ആയിട്ട് വരിക. ഓക്കെ, ഓവറോൾ റീഡിങ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ട വാക്ക് എന്ന് പറയുന്നത് കൺട്രോൾ എന്നുള്ളതാണ്. CONTROL, കൺട്രോൾ, നിയന്ത്രണം. ആ വാക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ തിരിച്ചെടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.